ഇപ്പോൾ അവസാനിച്ച മത്സരത്തിൽ നേപ്പാൾ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ വിറപ്പിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക ഇന്ന് 20 ഓവറിൽ 115 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ബാറ്റിംഗിൽ നേപ്പാളും അടിച്ചു കളിച്ചു. കളി വിട്ടുകൊടുക്കാൻ നേപ്പാൾ ഒരുക്കമല്ലായിരുന്നു. ലാസ്റ്റ് ഒരു ബോളിൽ 2 റൺസാണ് നേപ്പാളിന് ആവശ്യമായിരുന്നത്. ആവേശം നിറഞ്ഞ ത്രില്ലർ മത്സരമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ സൗത്ത് ആഫ്രിക്ക നേപ്പാൾ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ടീമിന് മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിംഗ് തന്നെ ഡീകോക്ക് ഔട്ടായി മടങ്ങി. 10 റൺസ് മാത്രമാണ് ഡീകോക്ക് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന മാർക്കത്തിനും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. 15 റൺസ് എടുത്ത് മാർക്കവും ഔട്ടായി മടങ്ങി. ഡേവിഡ് മില്ലർ വന്നതും പോയതും വേഗത്തിലായിരുന്നു. പിന്നെ കുറച്ചു നേരം പിടിച്ചു നിന്നത് സ്റ്റെപ്സ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ടീമിൽ ആകെ കൂടി കളിച്ചത് ഹെൻഡ്രിക്സ് ആയിരുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്ക കഷ്ടപ്പെട്ട് 20 ഓവറിൽ 115 റൺസാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ നേപ്പാൾ ഇറങ്ങി. നേപ്പാളിനും വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കളി ലാസ്റ്റ് ഓവറിലേക്ക് എത്തി. ലാസ്റ്റ് 6 ബോളിൽ നിന്ന് 8 റൺസ് നേപ്പാളിന് ആവശ്യമായിരുന്നു. ആദ്യത്തെ 2 ബോള് ഡോട്ട് ബോൾ ആയിരുന്നു. മൂന്നാമത്തെ ബോളിൽ നേപ്പാൾ 4 അടിച്ചു. 4-ാം ബോളിൽ 2 റൺസ് ഓടി. പിന്നെ ബാക്കി 2 ബോളിൽ നിന്ന് 3 റൺസ് ആവശ്യമായിരുന്നു. നേപ്പാള് കളി ജയിക്കുമെന്ന് എല്ലാവരും കരുതി. സൗത്ത് ആഫ്രിക്കൻ ടീം പേടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 5-ാം ബോള് ഡോട്ട് ബോൾ ആയിരുന്നു. ലാസ്റ്റ് ബോളിൽ വിക്കറ്റും പോയി. അങ്ങനെ സൗത്ത് ആഫ്രിക്ക 1 റൺസിനാണ് ഇപ്പോൾ കളി ജയിച്ചിരിക്കുന്നത്. വലിയൊരു അട്ടിമറി വിജയത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് സൗത്ത് ആഫ്രിക്ക രക്ഷപ്പെട്ടത്. നേപ്പാൾ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.